ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഞാൻ ഇവിടുത്തെ വേലക്കാരനാണോ അതോ മാമന്റെ പെങ്ങളുടെ മോനാണോന്ന്. ഇവിടെയുള്ള എല്ലാ പൊടിയും എടുത്തെടുത്ത് എന്റെ തണ്ടലിന് വേദന വന്നു തുടങ്ങി. ഈ ബസ് കൂടി കഴുകാൻ പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? അത് പിന്നെ നമ്മുടെ പുതിയ ബസ്സല്ലേ മോനെ, നന്നായി കഴിയാലേ ആൾക്കാർ കയറൂ. അച്ഛനൊരു ബംഗാളിയെ പണിക്ക് വെച്ചാലെന്താ? അത് ശരിയാണല്ലോ, നിങ്ങൾക്കൊരു പണിക്കാരനെ വെച്ചൂടെ? എന്തിനാ കൊച്ചിനിട്ട് കഷ്ടപ്പെടുന്നത്? സംഗതി ഏറ്റു തുടങ്ങി. അത് പിന്നെ പണിക്കാരന് കൊടുക്കുന്ന കാശ് എനിക്ക് തന്നാലും മതി, ഞാൻ നന്നായി കഴുകും മാമ. കാശില്ലാത്തത് കൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. കാശ് കുറവിന് പണിയെടുക്കാൻ ആരെ കിട്ടാനാ? പറ്റിയ ഒരാള് വരുന്നുണ്ട്, ദേ നോക്കിയേ. മുട്ട വേണ മുട്ട, മുട്ട വേണ മുട്ട, നല്ല നാടൻ ദിനോസറി മുട്ട. ചേച്ചി മുട്ട വേണോ മുട്ട, ദിനോസറിന്റെ മുട്ടയാ വേണോ? ആ ഇതാരും സൂപ്പർ സുഗുണനോ? സൂപ്പർ അല്ലേ ചേച്ചി, സൂപ്പർ. എന്റെ പേര് സൂപ്പർ സുഗുണനാ. ആ ആട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ ആൾക്കാരെ പറ്റിക്കുന്ന പണിയൊക്കെ നിർത്തിയോ? ഞാൻ പയ്യ ബിസിനസ് എല്ലാം വിട്ടു ചേച്ചി. ഇപ്പൊ ഞാൻ ഈ മുട്ട കച്ചവടത്തിന് ഇറങ്ങിയതാ. മുട്ട വേണോ മുട്ട, ദിനോസറിന്റെ മുട്ടയാ, നല്ല കിടിലൻ നാടൻ മുട്ട. വേണോ മുട്ട? ചേട്ടാ വെറും 50 രൂപക്ക് 2 മുട്ട, നല്ല സൂപ്പർ മുട്ട, ഒരെണ്ണം വാങ്ങിക്കൂ ചേട്ടാ. നീ ആൾക്കാരെ പറ്റിക്കുന്നതൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ദിനോസറിന്റെ മുട്ടയോ? ഈ സമയത്ത് എവിടെ നിന്നാണ് നിനക്ക് ദിനോസറിന്റെ മുട്ട കിട്ടിയത്? ഇത് വല്ല പല്ലിയുടെ മുട്ടയായിരിക്കും. പല്ലി ദിനോസർ വിഭാഗത്തിൽ പെട്ടതാണല്ലോ. ഇവന്റെ ബുദ്ധിയൊക്കെ കയ്യിൽ വെച്ചാ മതി, ഞങ്ങളുടെ നിൽക്കാൻ നോക്കണ്ട, നമ്മുടെ ബിരുദാ. അയ്യോ ഇത് ശരിക്കും ദിനോസറിന്റെ മുട്ടയാ ചേട്ടാ. ഞാൻ വീട്ടിൽ 2 ദിനോസറിനെ വളർത്തുന്നുണ്ട്, അമ്മു ചിമ്മു. ആട്ടെ, ഈ ദിനോസർ കുഞ്ഞുങ്ങൾ എവിടെയാ മുട്ടയിടുന്നത്? എടതി നോക്കി 2 എന്റെ വീട്ടിലെ കോഴിക്കോട്ടിന് കിട്ടിയതാ. ദിനോസറിന്റെ മുട്ട പോലെ തോന്നില്ലേടാ? ഇത് ദിനോസറിന്റെ മുട്ട. നിന്നെ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ട. നീ മര്യാദക്ക് ആൾക്കാരെ പറ്റിക്കുന്ന പണിയൊക്കെ നിർത്തിക്കോ, അല്ലെങ്കിൽ നീ ഒരു പാഠം പഠിക്കും. ഈ ബിച്ചുവാ പറയുന്നു. അയാതെ വേണ്ട, അവരെന്നെ തല്ലും. എങ്കിൽ നിനക്ക് ഞങ്ങൾ ഒരു പണി തരാം. ഈ ബസ് നീ ഓടിച്ചോ, ഞങ്ങളെ കൂടെ ജോലിക്ക് കയറുന്നോ? ഇത് നല്ല സൂപ്പർ വിഷാണല്ലോ. അയ്യോ ഇത് പച്ച കളറായിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി അത് പച്ച കളർ ആക്കാനൊന്നും പറ്റില്ല, ഇത് വിന്റേജ് കളറാ. ഈ ബസ് ഒന്ന് ഓടിക്ക്, നിനക്ക് ഡ്രൈവിംഗ് അറിയുമെന്ന് ആദ്യം നോക്കട്ടെ. ഞാനിതുപോലത്തെ 3-4 ബസ് ഓടിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഡ്രൈവിംഗ് അറിയാടാ. മോനെ, ഇവന്റെ കള്ളലക്ഷണം വെച്ചിട്ട് ഇവൻ ഈ ബസ് മറിച്ച് വിൽക്കാൻ ചാൻസ് ഉണ്ട്. ഇവരെ തന്നെ ഓടിപ്പിക്കണോ? സാരമില്ല മാമ, ഇത്ര എളുപ്പത്തിൽ വേറെ ഏത് ജോലിക്കാരനെ കിട്ടാനാ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരി, നീ ബസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് ഇട്ടെ, എന്റെ ഡ്രൈവിംഗ് ഞാൻ പരിശോധിക്കട്ടെ. ഞാനൊരു സൂപ്പർ ഡ്രൈവറാണ്, ഇപ്പൊ കാണിച്ചു കേട്ടോ. ഇതിന് റിവേഴ്സ് ഗിയർ ഉണ്ടോ മാമ? ഓ വിച്ചു, ഇവന് ഒരു റിവേഴ്സ് ഗിയർ പോലും അറിയില്ലെന്ന് തോന്നുന്നേ. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ സുഗുണ. ആ മതി, ഇനി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം. ഇനി മുന്നോട്ടെടുത്തോ. ആ പോരട്ടെ. ആ മതി നിർത്ത്. ഇപ്പൊ തന്നെ നിന്റെ ദിനോസറിന്റെ മുട്ടയെല്ലാം പുളിസയായേ. അത് സാരമില്ലടാ, എന്റെ വീട്ടിലുള്ള ദിനോസറി ഇനി മുട്ടയിടുക, അപ്പൊ ഞാൻ കൊണ്ടുതരാം മുട്ട. മോനെ, ഈ കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിക്കണോ? ഇവൻ ഇപ്പോഴും ദിനോസറിന്റെ കഥയും പറഞ്ഞാ നടക്കുന്നേ. ദിനോസർ സൂപ്പറാ. ഇനി നീ ഇവിടെ ദിനോസർ നിങ്ങാൻ വേണ്ടിയ നിന്നെ പണിയെന്ന് പിരിച്ചു വിടും. ഇവര് വല്ലതും തിന്നാനുണ്ടാക്കി കൊടുക്ക്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കും. ഇന്ന് ഇവന്റെ ദിനോസർ മുട്ട കൊണ്ട് തന്നെ ഞാനൊരു റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിനോസർ എഗ് ലോലിപോപ്പ് എങ്ങനെയുണ്ട്? അതിനല്ല വീട്ടിലെ തിന്നാറുള്ളതാ. ദിനോസർ 2 എണ്ണം പൊരിച്ചു തിന്നിട്ടാണ് വന്നത്. ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. ശരി, മിണ്ടനില്ലടാ, നമുക്ക് കുളിക്കാൻ പോയാലോടാ. ശരിയാ, നീ ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ കുളത്തിൽ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ലോലിപോപ്പ് ഉണ്ടാക്കി വെക്കാം. എടാ നീ കുളിച്ചിട്ടുണ്ടോ? ഞാൻ കുളത്തിൽ കുളിച്ചിട്ടില്ല. എടാ സൂപ്പർ കുളമാണോടാ? ആ സൂപ്പർ കുളമൊക്കെ തന്നെ, പക്ഷേ മുങ്ങിയ ചത്തുപോകും, നല്ല ആഴമുണ്ട്. എടാ കുളത്തിൽ മുതലുണ്ടാവോടാ? നല്ല വലിയ മുതല എനിക്കിഷ്ടം. ഓ നിനക്ക് എന്തിന്റെ കേടാ? വരുന്നുണ്ടെങ്കിൽ വാ, മുങ്ങി ചാവാ, അല്ലെങ്കിൽ മുതലയുടെ കടി കൊണ്ട് ചാവാ. എടാ മാമ നീ വരുന്നില്ലടാ കുളിക്കാൻ? ഞാനില്ല, എനിക്ക് നീന്തലറിയില്ല. നീന്തൽ അറിയാത്തവർക്ക് കുളിക്കാനല്ലേ മാമ ഈ റിങ്സ് ഉള്ളത്. ഇതിന്മ കേറി കിടന്നാ പിന്നെ മുങ്ങിപ്പോവില്ല. എല്ലാരും വാ. എനിക്ക് ചുവപ്പ് മതി. നിങ്ങൾക്ക് ഏതാ വേണ്ട? പച്ചയാണോ ഓറഞ്ച് വേണോ? എടുത്തോ. ഞാനും വരുന്നുണ്ട് പിച്ചു. എടാ നമുക്ക് കുളത്തിന്റെ അടിയിൽ പോയിട്ട് ശംഖ് നോക്കാട്ടെ. ഞാനൊരു ശംഖ് കണ്ടിട്ടില്ലടാ. ഇവന് പ്രാന്താടാ.
സുഗുണ, നമ്മൾ സ്പോട്ടിലെത്തി. ഇതാണ് നമ്മ പറഞ്ഞ കുളം. ഇതിന്റെ അകത്ത് കുറെ മുതലേക്ക് ഉള്ളതാ, നീ ശ്രദ്ധിക്കണം കേട്ടോ. നീ ആരാനാണ് എന്തോരം മുതല കുഞ്ഞുങ്ങളായിട്ട് നീന്താറുള്ളതാ. ഞാൻ വീട്ടിൽ വളർത്തുന്ന ദിനോസറിന്റെ കൂട്ടത്തിൽ പെട്ടതാ മുതല. പിന്നെയാണ് ഇവിടുത്തെ കുഞ്ഞു മുതല. നീ ചാടി കുളിച്ചോടെ പിടിച്ചോന്നാണ് എന്നെ നോക്കിക്കോളാം. ആ ഓക്കേ. എല്ലാവർക്കും നല്ല ഇഷ്ടായില്ലേ? നല്ല തണുപ്പുണ്ട്, നല്ല രസം. ഈ റിങ്സ് ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ കളിക്കാം, മുന്നിൽ പോവില്ല. കരുണൻ ചിറ്റപ്പന്റെ വണ്ടി കിടത്തിയതാ, ചാടടിച്ചു മാറ്റിയതാ. ഇപ്പൊ വേറായില്ലേ? എടാ വിച്ചോ, എന്തേ നീ സൂപ്പറാരാ? ഓ അതാണോ? ഞാൻ സൂപ്പറാണെന്നുള്ള കാര്യം നീ എവിടെ പോയടാ? എടാ നീ ചത്തു പോയടാ? അയ്യോ അവനെ കാണില്ലല്ലോ, മുതല പിടിച്ചെന്ന് തോന്നുന്നു. ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. എടാ വിച്ചു, നീ ചത്തു പോയടാ? നീ എവിടെടാ? നിനക്ക് വെള്ളം വേണമെങ്കിൽ വീട്ടിൽ കുളിച്ചിട്ട് വന്നാ പോലെ. എന്തിനാണ് കുളത്തിലെ വെള്ളം കുടിക്കുന്നത്? അയ്യോ അമ്മേ. കുട്ടികളെ കാണുന്നില്ലല്ലോ, കൊറേ നേരമായി പോയിട്ട്. അവിടെ നല്ല വള്ളംകളിയായിരിക്കും. എടാ നമുക്ക് ഇനി കുളത്തിൽ കുളിക്കണ്ട, ഇതിനകത്ത് മുതലില്ലാടാ. നീ പറഞ്ഞില്ലേ മുതലുണ്ടെന്ന്? അയ്യോ മക്കളെ, എന്ത് പറ്റി? ബിച്ചു എന്തേ? എന്താ മോളെ, എന്താ നടന്നത്? പറയൂ. അയ്യോ അവരോട് തന്നെ ചോദിക്കും മാമ. എടാ സൂപ്പർ സൂണ, നീയെങ്കിലും ഒന്ന് പറ, എന്താ പറ്റിയത്? ബിച്ചു എന്തേ? ആ ബിച്ചു ആ മാമ ചത്തുപോയി മാമ. ചത്തുപോയെന്നോ? നീ എന്താണ് ഈ പറയുന്നേ? പേടിക്കണ്ട, ഞാൻ അവനെ രക്ഷിച്ചിട്ടുണ്ട്. ദാ ബിച്ചു, എനിക്ക് നിന്റെ മാമ വിളിക്കണ്ടതാ. അയ്യോ അയ്യോ എന്നെ രക്ഷിക്കൂ മാമ. നിന്റെ വയറ്റി നിറച്ച് വെള്ളം മാമ. അത് സാരല്ല, നീ വെള്ളം കുടിച്ചിട്ടല്ലടാ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ മുതലുള്ള കുളത്തിൽ വെള്ളം കുടിക്കരുത്, വയറ് ചീത്താവടാണ്. വെള്ളം ഞാൻ കളഞ്ഞേരാ. അയ്യോ അമ്മേ. ഓ നീ എന്നെ ഞെക്കി കൊല്ലല്ലേടാ സൂപ്പർ സൂടാ മാമ. ഇവന്റെ ഒരു റിങ്സ് ഞാൻ ഇതിനകത്ത് കയറി കടന്നതും ഒറ്റ പോക്കായിരുന്നു വെള്ളത്തിന്റെ അടിയിലേക്ക്. സൂപ്പർ സൂര്യൻ ഉണ്ടായതുകൊണ്ട് ഭാഗ്യമായി അല്ലേ ബിച്ചു? അല്ലെങ്കിൽ നീ മരിച്ചു പോയാനേ. അതെ അതെ, ഇവന്റെ വിചാരം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി കുളത്തിന്റെ അടിയിലേക്ക് പോയെന്നാ. അപ്പൊ നീ വെള്ളം കുടിക്കാനല്ലേടാ? പിന്നെ എന്നോട് പറയാതെ നീ എന്തിനാ കുളത്തിന്റെ അടിക്ക് പോയത്? ശങ്ക വരക്കാൻ പോയതാണല്ലേ? അങ്ങനെ വരാ. എന്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. അവനും കൂടി ഒരെണ്ണം കൊടു, നല്ല ക്ഷീണം കാണും. ഓ എനിക്ക് വയറ് നിറഞ്ഞു. കുളത്തിലെ വെള്ളം മൊത്തം എന്റെ വയറ്റില്ല. വളരെ നന്ദി. നല്ല സൂപ്പർ ലോലിപോപ്പ്. ഈശ്വര, ഇവരെ വിശ്വസിച്ചാണല്ലോ ഞാൻ ഈ ബസ് റൂട്ടിൽ ഇറക്കാൻ പോണത്. എന്താകുമോ എന്തോ.